വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരാതിപ്പെടാനാകില്ല എന്ന് സുപ്രീം കോടതി. വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചു എന്ന്, അതായത് IPC സെക്ഷൻ 376 ക്ലോസ് 2 ക്ലോസ് N പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR-ഉം അതിന്മേലുള്ള തുടർ നടപടികളും റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന്മേലാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം കോടതി തന്നെ നടത്തിയത്. അതായത് ഫോഴ്സ് പ്രോമിസ് ഓഫ് മാരേജ് കൊണ്ട് റേപ്പ് ആകണമെന്നുണ്ടെങ്കിൽ ആ വിവാഹ വാഗ്ദാനം തുടക്കം മുതൽ തന്നെ തട്ടിപ്പായിരുന്നിരിക്കണം. അതായത് ഈ കേസിലെ വിക്ടിം എന്ന് പറയുന്ന സ്ത്രീ പ്രതിയുമായി പ്രണയബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വിവാഹ ബന്ധത്തിൽ നിലനിൽക്കുകയായിരുന്നു. വിവാഹബന്ധം നിലനിൽക്കുന്ന ഒരു സ്ത്രീയോട് നടത്തുന്ന വിവാഹ വാഗ്ദാനം തുടക്കം മുതൽ തന്നെ നിയമപരമായി റദ്ദു ചെയ്യപ്പെടുന്നതാണ്. കാരണം ഹിന്ദു മാരേജ് ആക്ട് കൃത്യമായി പറയുന്നുണ്ട്, വിവാഹം കഴിക്കുവാൻ വേണ്ടി പോകുന്നവരിൽ ആരെങ്കിലും ഒരാൾക്ക് പോലും ജീവിച്ചിരിക്കുന്ന ഒരു പങ്കാളി ഉണ്ടാകുവാൻ വേണ്ടി പാടില്ല. അത്തരം ബന്ധങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന്. കൂടാതെ സുപ്രീം കോടതി മറ്റൊരു നിരീക്ഷണം കൂടി നടത്തുകയുണ്ടായി. പരാജയപ്പെടുന്നതോ തകരുന്നതോ ആയ ബന്ധങ്ങൾക്ക് ക്രിമിനൽ സ്വഭാവം നൽകുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ബലാത്സംഗം എന്നത് അതീവ ഗുരുതരമായ ഒരു കുറ്റമായതുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും ഗുരുതരമായ സാഹചര്യങ്ങൾ മാത്രമായിരിക്കണം പ്രയോഗിക്കേണ്ടത്. മോശമായി മാറിയ എല്ലാ വ്യക്തിബന്ധങ്ങളെയും ബലാത്സംഗ കുറ്റമായി പരിഗണിക്കുന്നത് ആ കുറ്റത്തിന്റെ ഗൗരവത്തെ ചെറുതാക്കി കാണിക്കുന്നു. അതോടൊപ്പം തന്നെ കുറ്റാരോപിതന്റെ മേൽ മായാത്ത അപകീർത്തിയും ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നടപടികൾ വ്യക്തിപരമായ തർക്കങ്ങളുടെ പരിധി കടന്ന് ക്രിമിനൽ ന്യായ വ്യവസ്ഥയുടെ ദുരുപയോഗമായി മാറുന്നു.